കർത്താവിന്റെ അതിപരിസമായി നാം വാഴും. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാമത്തെ വാക്യം. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതനെ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത് വിശുദ്ധനും സത്യവാനുമായ യേശു. ഹല്ലേലൂയ. കർത്താവ് സ്വയം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നതാണ്. ഞാൻ വിശുദ്ധനാണ്, പരിശുദ്ധനായ ദൈവമാണ്, വിശുദ്ധിയുള്ള ദൈവമാണ്, സത്യവാനായ ദൈവമാണ്. ഹല്ലേലൂയ. അപ്പം വിശുദ്ധനും സത്യവാനുമായ ദൈവത്തെ നാം ആരാധിക്കുമ്പോൾ നാം വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഫിലദൽഫിയ സഭയ്ക്ക് കൊടുക്കുന്ന ഒരു ദൂതാണ്. ഹല്ലേലൂയ. പത്രോസ് അതുകൊണ്ടാണ് തന്റെ ലേഖനം എഴുതും പറയുന്നത്, 1:16 വായിച്ചാൽ കാണാം. 1 പത്രോസ് 1:16, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പം കർത്താവിന്റെ വിശുദ്ധി എത്രമാത്രം വലുതായിരുന്നു. കർത്താവിന്റെ വിശുദ്ധിയുടെ ആഴങ്ങളെ കുറിച്ച് നാം പഠിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെല്ലാം വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിക്കണം, വിശുദ്ധനായിരിക്കണം. അശുദ്ധിക്ക് ഹൃദയത്തിനകത്ത് സ്ഥാനം കൊടുക്കാതെ, അശുദ്ധിക്ക് ജീവിതത്തിൽ സ്ഥാനം കൊടുക്കാതെ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി എന്നൊക്കെ പറയുന്നത്. ഹല്ലേലൂയ. വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കണം. ഹല്ലേലൂയ. ദൈവവചനം പറയുന്നതാണ്. യേശു പറയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നത് യേശു നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യം വായിക്കും കാണുന്നുണ്ട്. ഞാൻ അല്ലെങ്കിൽ വഴിയും സത്യവും ജീവനും എന്ന യേശുവോട് അവകാശപ്പെടുന്നു. ബാക്കി ഇങ്ങനെ വായിക്കുന്നു, യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ സന്നിധി എത്തുകയില്ല. ഹല്ലേലൂയ. അപ്പൊ യഥാർത്ഥ വഴിയും സത്യവും ജീവനുമായിരിക്കുന്നവൻ യേശു കർത്താവാണ്. അപ്പൊ യഥാർത്ഥ വഴിയും സത്യവും ജീവനുമായിരിക്കുന്ന യേശു കർത്താവിന്റെ തിരുവചനത്തെ, യേശുക്രിസ്തുവിന്റെ നാമത്തെ, സത്യമായ ദൈവത്തെ നിഷേധിച്ചുകൊണ്ട് പലരും രംഗത്ത് വരിക. ഹല്ലേലൂയ. അപ്പൊ സത്യവാനും വിശുദ്ധനുമായിരിക്കും ദൈവത്തിന്റെ നാമത്തെ നിഷേധിക്കാൻ കടന്നു വരുന്നവരോട് ഞാൻ പറയട്ടെ, ഈ കാണുന്ന ലോകത്തിൽ നിങ്ങളാൽ അതിന് സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. കാരണം യേശുക്രിസ്തുവിന്റെ കാലം തൊട്ട് വിശുദ്ധനും സത്യവാനുമായിരിക്കുന്ന യേശുവിന്റെ നാമത്തെ തള്ളിക്കളയുവാൻ, ത്യജിക്കുവാൻ, ഇല്ലായ്മപ്പെടുത്തുവാൻ ആ കാലഘട്ടത്തിലെ ഭരണ സംവിധാനങ്ങൾ, ഹെരോദാവ് അടക്കമുള്ള, പീലാത്തോസ് അടക്കമുള്ള, കയ്യപ്പാവ് അടക്കമുള്ള എല്ലാവരും ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഹല്ലേലൂയ. പരാജയപ്പെട്ടു പോയവരൊക്കെ. ഇന്നും വഴിയും സത്യം ജീവനുമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തെ തടസ്സപ്പെടുത്താൻ എഴുന്നേൽക്കുന്നവരോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഉലകത്തിൽ അതിന് കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം സൃഷ്ടമായ ദൈവത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. സൃഷ്ടമായ ദൈവം എവിടെയും ചെയ്യാളിയ രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശു സ്വയം വെളിപ്പെടുത്തി തരികയാണ്. എന്ന് പറഞ്ഞാൽ ഈ സുവിശേഷത്തിലെ ഞാനാകുന്നു എന്ന് കർത്താവിന്റെ 6-ാമത്തെ അവകാശവാദമാണ്. നീ എവിടെ പോകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് അല്ലെങ്കിൽ തോമസ് പറഞ്ഞപ്പോൾ, ഹല്ലേലൂയ, അപ്പോഴാണ് യേശു പറഞ്ഞത്, ഹല്ലേലൂയ, ചോദിച്ചതിന്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ വഴി കാണിച്ചു തരാം എന്നല്ല കർത്താവ് പറഞ്ഞത്. ഭൂമിയിൽ എല്ലാവരും വഴി കാണിച്ചു തരാമെന്നാണ് പറയുന്നത്. പക്ഷെ കർത്താവ് വഴി കാണിച്ചു തരാം, ഞാൻ തന്നെ വഴി സത്യം ജീവനുമെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ വഴി പറഞ്ഞു തരാം, ഞാൻ വഴി കാണിച്ചു തരാം, വഴി കണ്ടുപിടിച്ചു തരാം, എന്റെ കൂടെ പോന്നാ മതി, ആ റൂട്ടേ പോയാൽ മതി എന്നൊക്കെയല്ല കർത്താവ് പറയുന്നത്. ഹല്ലേലൂയ. കർത്താവ് പറയുന്നത് ഞാൻ തന്നെ വഴി സത്യം ജീവനുമാകുന്നു. അപ്പൊ ഞാനും ഒരു വഴിയാണെന്നല്ല കർത്താവ് പറയുന്നത്. അല്ലേ, കർത്താവ് പറഞ്ഞത് എന്താണ്? ഞാൻ തന്നെ എന്ന് പറഞ്ഞാൽ അതിനകത്തെ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവ് പറഞ്ഞത്, ഹല്ലേലൂയ, ഞാൻ വഴി കാണിച്ചു തരാം, ഞാൻ വഴി കണ്ടുപിടിക്കാം, ഞാൻ വഴി അന്വേഷിക്കാം, ഞാനൊരു വഴിയാണ് എന്നൊന്നും പറഞ്ഞല്ല. യേശു പറഞ്ഞ ഞാൻ വഴി സത്യം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി സങ്കടപ്പെട്ടിരിക്കുന്ന വിഷയത്തിന്റെ നിലവില് വഴിയും സത്യവും ജീവനുമായിരിക്കുന്ന യേശുവിൽ നീ വിശ്വസിക്കുന്നെങ്കിൽ നിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാണ്.
അപ്പം വഴിയും സത്യം ജീവനുമായിരിക്കുന്ന യേശു ക്രിസ്തുവിടെ മാത്രമേ നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ എന്നും യോഹന്നാന്റെ സുവിശേഷം 14:6 കാണുന്നുണ്ട്. ദൈവരാജ്യത്തിലേക്ക് എല്ലാവർക്കും പോകാൻ കഴിയില്ല. സ്വർഗരാജ്യത്തിൽ എത്തണമെങ്കിൽ യേശു ക്രിസ്തുവിടെ മാത്രമേ കഴിയുള്ളൂ. ഇടയ്ക്ക് ഏതെല്ലാം മധ്യസ്ഥന്മാരെ കൊണ്ട് നിർത്തിയാലും, മധ്യസ്ഥന്മാരോട് പ്രാർത്ഥന കഴിച്ചാലും, ഏതെല്ലാം മധ്യസ്ഥന്മാരുടെ നമ്മൾ അല്ലെങ്കിൽ ജീവിതത്തിൽ കൂടെ കൂട്ടിയാലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ വഴിയും സത്യവും ജീവനുമായിരിക്കുന്ന യേശുവിനെ പറ്റുള്ളൂ. ഫിലദൽഫിയ സഭയോട് ദൈവം പറയുമ്പോൾ വിശുദ്ധനും സത്യവാനുമായ ദൈവം സ്വയം പരിചയപ്പെടുത്തി തരുന്ന ദൈവം. അപ്പം വിശുദ്ധനും സത്യവാനുമായ ദൈവത്തെ എന്ന് പറയുമ്പോൾ ആ വാക്കിന്റെ അർത്ഥം അല്ലെങ്കിൽ വാസ്തവമുള്ളവൻ. വിശുദ്ധനും സത്യവാനുമായ ദൈവം എന്ന് പറയുമ്പോൾ വാസ്തവമുള്ളവൻ, മാറാത്തവൻ, ആരാഞ്ഞു നോക്കുന്നവൻ, സന്മാർഗൻ എന്നൊക്കെ അതിനർത്ഥമുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഏത് നിലയിലൂടെ യേശുവിനെ നാം പരിശോധിച്ചാലും, യേശുവിനെ നാം പഠിച്ചാലും, ഏത് മേഖലയിൽ ചെന്നാലും തന്റെ എല്ലാ പ്രവൃത്തിയിലും യേശു വിശുദ്ധനും സത്യവാനുമാണ്. പ്രൈസ് ദി ലോർഡ്. 33 തിരുവയസ്സ് ഈ ഭൂമി ജീവിച്ച് 3.5 വർഷം ഈ ലോകത്തിലുള്ള അന്നത്തെ കാലഘട്ടത്തിലെ ജനത്തോടൊപ്പം നടന്ന് ശുശ്രൂഷ ചെയ്ത് ആമിൻ അല്ലേലിയ ആമിൻ അവരിൽ ചിലരൊക്കെ വീട്ടിൽ ഭക്ഷണത്തിനിരുന്ന് അല്ലേലിയ അവരുടെ രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, അവരുടെ കുരുടന് കാഴ്ച കൊടുത്ത്, ചെകിടിന് കേൾവി കൊടുത്തു, മുടന്തിനെ നടത്തി, കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുത്തു, അല്ലേലിയ ചന്ദ്രരോഗം പിടിച്ച മകനെ സൗഖ്യം കൊടുത്തു, മരിച്ചവരെ എഴുന്നേൽപ്പിച്ചു. അങ്ങനെ വ്യത്യസ്ത നിലയിലൂടെ യേശു തന്റെ ശുശ്രൂഷ ചെയ്തു. അല്ലേലിയ 5000 പേർക്ക് 5 അപ്പം കൊണ്ട് തൃപ്തി വരുത്തുന്നു. അല്ലെങ്കിൽ 4000 പേർക്ക് അല്ലെങ്കിൽ 7 അപ്പം കൊണ്ട് തൃപ്തി വരുത്തുന്നു. അങ്ങനെ യേശുവിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും വേദപുസ്തകം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. രക്തം ചെയ്യും. അത്രമാത്രം വിശുദ്ധനും സത്യവാനുമായ ദൈവത്തിന്റെ പക്കൽ നിന്നും നീതിയുള്ള സുവിശേഷത്തിന്റെ ആ ദൈവിക ധ്വനി എന്റെ നിങ്ങളുടെ കാതുകളിൽ കേൾക്കുമ്പോൾ ഹല്ലേലൂയ നമ്മളതൊന്ന് സമ്മതിച്ചു കൊടുത്താൽ നിന്റെ കുടുംബം അങ്ങ് അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ശ്രോതാവേ, വിശുദ്ധനും സത്യവാനുമായിരിക്കുന്ന യേശുവിനെ നീ തള്ളിപ്പറയും തോറും, തള്ളിക്കളയും തോറും, നിന്ദിക്കും തോറും, അപമാനിക്കും തോറും നിന്റെ കുടുംബത്തിനകത്തേക്ക് ശാപം വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു ഉദാഹരണം പറയാം. ഹല്ലേലൂയ. ഈ ചില വീടുകളിലൊക്കെ ഹല്ലേലൂയ സ്വന്തം മക്കൾ അപ്പനെയും അമ്മയും ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ഒക്കെ ഇറക്കി വിടുകയൊക്കെ ചെയ്യുമല്ലോ. അവരെ അന്വേഷിക്കാത്ത അനുഭവങ്ങളുണ്ടല്ലോ. പലരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരോട് അടുത്ത ബന്ധുക്കൾ, സുഹൃത്തുക്കൾ കാണും, പറയും, എടാ അപ്പന്റെ അമ്മയുടെ ശാപം നിന്റെ മേൽ കിടക്കും, അത് നിന്റെ മാറുകയില്ല എന്ന് പറയാറുണ്ടല്ലോ. ചില പ്രതിസന്ധികൾക്ക്, ചില പ്രശ്നങ്ങൾക്ക് വരുമ്പം നമ്മൾ പറയാറുണ്ട്, അത് നിന്റെ അപ്പനെ വേദനിപ്പിച്ചതിന്റെയാ, അപ്പനെ ദുഷിച്ചതിന്റെയാ, ആ അപ്പന്റെ അമ്മയുടെ ശാപമാണ് നിന്റെ കുടുംബത്തിൽ കിടക്കുന്ന. ഭൂമിയിൽ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ഈ കാണുന്ന ലോകത്തിന്റെ ഉടയവനായിരിക്കുന്ന വഴിയും സത്യവും ജീവനുമായിരിക്കുന്ന വിശുദ്ധനും സത്യവാനുമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തെ ഞാനും നിങ്ങൾ നിഷേധിക്കുമ്പോൾ എത്രമാത്രം ശാപത്തിന് അടിമയായി മാറുന്നത് നമ്മൾ ചിന്തിക്കണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് സൃഷ്ടാവായ ദൈവത്തെ നിങ്ങൾ ജീവിതത്തിൽ അംഗീകരിച്ചുകൊണ്ട് ആമേൻ വിശുദ്ധിയിൽ ജീവിക്കണം. അപ്പൊ ഫിലദൽഫിയ സഭയോട് വിശുദ്ധനും സത്യവാനുമായ ദൈവം എന്ന് പറയുമ്പോൾ, അങ്ങനെ യോഹന്നാൻ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ അനവധി വ്യാജ ദൈവങ്ങളുണ്ടെന്നുള്ളതാണ്. വ്യാജ ദൈവങ്ങൾ കൊണ്ട് നിറയപ്പെട്ട കാലഘട്ടത്തിലാണ് ഫിലദൽഫിയ സഭയ്ക്ക് ഈ ദൂത് നൽകുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ വ്യാജ ദൈവങ്ങളും മനുഷ്യ ദൈവങ്ങളും അനവധി ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം വ്യാജമാണ്. ഈ കാലഘട്ടത്തിലും അനവധി വ്യാജ ദൈവങ്ങൾ, മനുഷ്യ ദൈവങ്ങൾ അല്ലെങ്കിൽ ഉണ്ട്. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിലും ഉള്ള സഭയ്ക്കുള്ള ദൂതാണ് വിശുദ്ധനും സത്യവാനുമായ യേശു ക്രിസ്തു. പറയാം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ സന്നിധിയിലെത്തുകയില്ല. രക്തം ചെയ്യും. ഹല്ലേലൂയ. നമ്മള് എറണാകുളത്തുനിന്ന് KSRTC കയറി തിരുവനന്തപുരത്തേക്ക് പോകുന്ന പോലെ ബസ്സിന് കയറി, ഭൂമിയിൽ ബസ്സിന് കയറി സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് വിമാനത്തിൽ കയറി വിദേശ രാജ്യത്ത് പോകുന്നത് പോലെ നെടുമ്പാശ്ശേരി ചെന്ന് വിമാനം കയറിയാലും അല്ലെങ്കിൽ ദൈവരാജ്യത്ത് ചെല്ലാൻ കഴിയത്തില്ല.
ആമേല് റോഡ് മാർഗം സഞ്ചരിക്കുന്ന ട്രെയിനിൽ കയറി നിങ്ങൾ ദീർഘദൂര യാത്ര ചെയ്താലും നിങ്ങൾ ട്രെയിനിൽ കയറി ദൈവരാജ്യത്തിലേക്ക് പോകാൻ നോക്കിയാൽ പോകാൻ പറ്റത്തില്ല. ദൈവരാജ്യത്തിൽ എത്തണമെങ്കിൽ വിശുദ്ധനും സത്യവാനുമായിരിക്കുന്ന യേശുവിൽ വിശ്വസിക്കണം. യേശു മാത്രമാണ് ഏക വഴി, ഏക വിശുദ്ധൻ. ഏക വിശുദ്ധൻ എന്ന് പറയുന്നത്, ഏക പരിശുദ്ധൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. നിങ്ങൾ എന്തെല്ലാം നിഷേധിച്ചാലും, നിഷേധ വാക്കുകൾ കൊണ്ടുവന്നാലും, എന്തെല്ലാം നിങ്ങൾ പറഞ്ഞാലും ഞങ്ങൾ സത്യം വിളിച്ചു പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ സത്യം വിളിച്ചു പറയുക, കാരണം ഞങ്ങൾ ആ സത്യം അനുഭവിക്കുക. വിശുദ്ധനും സത്യവാനുമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം, ആ സ്നേഹം, ആ സമാധാനം, സന്തോഷവും ഒക്കെ ഞങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കിത് പറഞ്ഞേ മതിയാവൂ. ഹല്ലേലൂയ. എന്തിനാണിത് പറയുന്നത്? എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ കുടുംബത്തിന്റെ പ്രതിസന്ധികളെ മാറ്റി നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നൽകുവാൻ തന്റെ ഭക്തന്മാരുടെ ആഗ്രഹത്തെ തരുവാൻ യേശു നിനക്ക് വേണ്ടി സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്നു. അപ്പൊ സ്വർഗം വിട്ട്, സ്വർഗമഹിമകളെ വിട്ട് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം വിചാരിക്കാതെ ദാസരൂപം എടുത്തവൻ, മനുഷ്യരൂപത്തിലായവൻ നിനക്ക് വേണ്ടി ഗെത്സമനെ തൊട്ട് ഗോൽഗോത്ത വരെ ഭാരമേറി കുരിശു ചുമന്നവൻ, നിനക്ക് വേണ്ടി ചാട്ടവാറാൽ അടിയേറ്റവൻ, മുൾക്കിരീടം അണിഞ്ഞവൻ, കൈകാലുകൾ കാരിരുമ്പാണിയാൽ തുളയ്ക്കപ്പെട്ടവൻ, ഹല്ലേലൂയ, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ വിരൂപമായി തീർന്നവൻ, ഹല്ലേലൂയ, അവസാനത്തുള്ളി രക്തം വരെ തന്ന കുരിശിൽ നിനക്ക് വേണ്ടി മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ടവൻ. അവൻ കല്ലറയ്ക്കകത്ത് ഒതുങ്ങിയില്ല. 3-ാം നാൾ അതിശക്തിയോടെ ഉയർത്തെഴുന്നിട്ട് മഗ്ദലക്കാരത്തി മറിയയ്ക്കും എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർക്കും 11 500-അധികം പേർക്കും പ്രത്യക്ഷനായി 40 നാളോളം. ഹല്ലേലൂയ. ശിഷ്യന്മാർക്ക് വീണ്ടും ഉപദേശം കൊടുത്ത്, നിയോഗം കൊടുത്ത് സ്വർഗത്തിലേക്ക് കരേറിപ്പോയ യേശു പറഞ്ഞു, ഞാൻ പോയതുപോലെ വരും. അപ്പോസ്തലപ്രവൃത്തി 1:11. ഹല്ലേലൂയ. അവിടെ എഴുതിയിട്ട്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് ആരോപണം ചെയ്ത കർത്താവ് പോയതുപോലെ വരും. എന്തിനാ? നിങ്ങളെ ചേർക്കുവാൻ. ഹല്ലേലൂയ. സ്തോത്രം. ഈ കഴിഞ്ഞ ദിവസം ക്രിസ്തുമസ് ഒക്കെ ആയപ്പോൾ അതിനെക്കുറിച്ച് ഒരാളോട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, യേശു ക്രിസ്തു വീണ്ടും ജനിച്ചു എന്ന് എന്നോട് ഒരാൾ പറഞ്ഞെന്ന്. അദ്ദേഹത്തിന്റെ ഞാൻ ചെറിയ മനസ്സിൽ, അദ്ദേഹത്തിന്റെ ബൈബിളിനെ കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല, അദ്ദേഹം ഒരു വിശ്വാസിയല്ല. ആരോ പറഞ്ഞു യേശു ക്രിസ്തു വീണ്ടും ജനിക്കുമെന്ന്. അപ്പൊ അദ്ദേഹം എന്നോട് സംശയം തീർക്കാനായിട്ട് വന്നു. ആ സംശയം, ഇനി അങ്ങനെയാണോ പാസ്റ്റർ? ഞാനുമായിട്ട് ഭയങ്കര രോഗിയുവാ. ഞാൻ പറയും, പലപ്പോഴും സുവിശേഷം പറയാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയില്ല സഹോദര. യേശു നമുക്ക് വേണ്ടി ഒരിക്കൽ ഈ ഭൂമി ജനിച്ചു. ആ ജനനം ഒരിക്കലായിട്ട് നടന്നതാ. അന്ന് ആ യേശു ജനിച്ചത് നമ്മുടെ ഹൃദയത്തിലാണ് ജനിക്കേണ്ടത്, ആണ്ടുതോറും ജനിക്കുന്നില്ല. ഇനി യേശു ക്രിസ്തു ദൈവമായിട്ട് വരിക. യേശു ക്രിസ്തു ഇനി ഒരിക്കലും ഉണ്ണിയേശു അല്ല, യേശു ക്രിസ്തു ദൈവമാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തെ സംശയമായി. പലർക്കും പലരെയ തെറ്റായ ചിന്താഗതികൾ കിടക്കുക. തെറ്റായ ചിന്താഗതികളുടെ യേശു ക്രിസ്തുവിനെ ഏതെങ്കിലും വിധത്തിൽ വ്യാഖ്യാനിച്ച് യേശു ക്രിസ്തുവിന്റെ നാമത്തെ നിഷേധിക്കുന്ന സകല സഭകളോടും സാത്താന്റെ സിംഹാസനമുള്ള ദിവ്യയിലെ സഭയോടും ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഞാൻ വിശുദ്ധനും സത്യവാനുമായ ദൈവമാണ്. ഹല്ലേലൂയ. സ്തോത്രം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഞാൻ പറയട്ടെ, യുവതി യുവക്കന്മാരുടെ, നിന്റെ ഭർത്താവ് വിശ്വസ്തനല്ല, വിശുദ്ധനുമല്ല, വിശ്വസ്തനുമല്ല. നിന്റെ ഭാര്യ വിശ്വസ്തയല്ല, വിശുദ്ധിയുള്ളവളും അല്ല. നിങ്ങൾ ചീത്ത പറഞ്ഞാലും തെറി പറഞ്ഞാലും ഒന്നും എന്നെ സംബന്ധിച്ച വിഷയമില്ല. 100,000 തെളിവുകൾ നിങ്ങളുടെ കൺമുമ്പിൽ നിരത്തി വെക്കുവാനുള്ളത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ ധൈര്യസമേതം പറയാൻ കഴിയുന്നത്. കാരണം ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ നിൽക്കുന്ന വ്യക്തിയാണല്ലോ. പരാതികൾ കൊണ്ടും പരിഭവങ്ങൾ കൊണ്ടും നിറയപ്പെട്ട ഓരോ ദിവസങ്ങളാണ് എന്റെ ജീവിതം എന്ന് പറയുന്നത്. എന്റെ പരാതിയും പരിഭവമല്ല, പ്രാർത്ഥനയ്ക്കായി വിളിക്കുന്നവരുടെ പരാതികളും പരിഭവങ്ങളും. അപ്പൊ ഭൂമിയിൽ ആരും വിശുദ്ധന്മാരും വിശുദ്ധമതികളുമില്ല, ആരും വിശ്വസ്തന്മാരുമില്ല. ഹല്ലേലൂയ. ഇനി ആരെങ്കിലും വിശ്വസ്തന്മാരുണ്ടെന്ന് നിങ്ങൾ അവകാശപ്പെടുകയാണെങ്കിൽ നിങ്ങൾ 12-ാം സംഗീതം വായിക്കണം. അവിടെ ദാവീദ് വലിയൊരു കരച്ചിലാണ് നടത്തുന്നത്. 12-ാം സംഗീതം 1-ാം വാക്യം.
ആ കാലഘട്ടത്തിൽ ഒരുപാട് വിശുദ്ധന്മാരും വിശുദ്ധമതികളും വിശ്വസ്തന്മാരും ഉണ്ടായതെങ്കിൽ ദാവീദ് ആ കരച്ചിൽ കരേണ്ടി വരുമായിരുന്നു. എന്താണ് ദാവീദ് കരഞ്ഞത്? യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. കണ്ടോ നിലവിളി? കണ്ടോ? ഇന്ന് ഞങ്ങളും നിലവിളിക്കുക. ഞങ്ങളും അങ്ങനെ നിലവിളിക്കും. ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ദേശത്ത് ഞങ്ങൾ ഇരുന്നു കൊണ്ട്, ഞങ്ങളെ ആക്കി വെച്ചിരുന്ന സഭയിൽ ഞങ്ങൾ ഇരുന്നു കൊണ്ട്, ഞങ്ങൾക്ക് തന്ന വിശ്വാസത്തിൽ ഞങ്ങൾ ഉറച്ചു നിന്ന വിശുദ്ധനും സത്യവാനുമായ യേശു ക്രിസ്തുവിൽ ഞങ്ങൾ ആശ്രയം വെച്ചുകൊണ്ട് പറയാ, യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ കേരളത്തിൽ ഇല്ലാതെ പോകുന്നു, ഭക്തന്മാർ ഇന്ത്യയിൽ ഇല്ലാതെ പോകുന്നു, ഭക്തന്മാർ ലോകരാജ്യങ്ങളിൽ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ കേരളത്തിനും ഭാരതത്തിലും ലോകരാജ്യങ്ങളിലും ഇല്ലാതെ പോകുന്നു. നിങ്ങൾ പറയും മത നേതാക്കന്മാർ വിശുദ്ധന്മാരാ. അല്ല, തെറ്റി. നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കുന്ന തെറ്റാ കേട്ടോ. രാഷ്ട്രീയക്കാർ വിശുദ്ധന്മാരാണ് നിങ്ങൾ പറഞ്ഞ അവിടെയും തെറ്റി. ഒറ്റ വിശ്വസ്തനേ ഉള്ളൂ പ്രിയ സ്നേഹിത, യേശു ക്രിസ്തു. ഒറ്റ വിശ്വസ്തൻ, വിശ്വസ്തനും വിശുദ്ധനും യേശു മാത്രം. അതുകൊണ്ടാണ് സ്വയം യേശു നമുക്ക് ലോകത്തോട് പരിചയപ്പെടുന്നത് വിശുദ്ധനും സത്യവാനുമായ ദൈവം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമായ ദൈവം. ഹല്ലേലൂയ. ഒരുപാട് ആളുകൾ നിഷേധിക്കാനൊക്കെ വന്ന് അവരൊക്കെ മൺമറഞ്ഞു പോയി കേട്ടോ. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ നാമത്തെ നിന്ദിക്കുകയും നിഷേധിക്കുകയും അപമാനിക്കുകയും അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളോടൊക്കെ പറയട്ടെ, അല്ലെങ്കിൽ ചിലരൊക്കെ അവസാനം അവരുടെ അന്ത്യം പാരലൈസ് വന്നു, നിന്ദിക്കപ്പെട്ട് അപമാനിക്കപ്പെട്ട് പരിഹസിക്കപ്പെട്ട് വളരെ മാരകമായി മരിച്ചിട്ടുണ്ട്. അതിന് ഞാൻ ഉദാഹരണം പറയാം. കർത്താവായ യേശു ക്രിസ്തുവിനെ വിസ്തരിച്ച ഗവർണർ പീലാത്തോസ്. നിങ്ങൾ പീലാത്തോസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? സുവിശേഷം വായിച്ചാൽ യേശു ക്രിസ്തുവിനെ വിസ്തരിച്ച പീലാത്തോസ്. അപ്പൊ യേശു ക്രിസ്തുവിൽ കുറ്റമൊന്നും ഇല്ലാതിരുന്നിട്ടും ജനത്തിന്റെ ആർപ്പുവിളിയും അധികാരവും ഒക്കെ നോക്കി പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കാൻ വിട്ടുകൊടുത്തു. നിരപരാധി എന്ന് കണ്ടിട്ടും നിരപരാധി തെളിഞ്ഞിട്ടും, യേശു രാജാവാണെന്ന് മശിയാണെന്ന് തെളിഞ്ഞിട്ടും, യേശു ദൈവമാണെന്ന് അറിഞ്ഞിട്ടും, അവൻ വിശ്വസ്തനാണ്, സത്യവാനാണ്, വഴിയും സത്യവും ജീവനുമായ യേശുവാണ്, പാപികളുടെ രക്ഷകനാണ്, പാപികളുടെ വീണ്ടെടുപ്പുകാരനാണ്, സഭയുടെ അധ്യക്ഷനാണ്, നമ്മുടെ രക്ഷകനാണെന്നൊക്കെ പീലാത്തോസിനും മനസ്സിലായിട്ടും, മാത്രമല്ല പീലാത്തോസിന്റെ ഭാര്യയ്ക്ക് ദർശനമുണ്ടായിട്ടും അവസാനം ഈ പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. അവസാനം പീലാത്തോസിന്റെ ഗതി എന്തായിരുന്നു നിങ്ങൾക്കറിയാമോ? അവസാനം പീലാത്തോസ് അധികാരം നഷ്ടപ്പെട്ടവനായി, ഭ്രാന്ത് പിടിച്ചവനായി, നിരാശനായി കടൽക്കരയിലൂടെ എനിക്ക് രക്തത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞ് കൈ കഴുകി നടന്ന അവസാനം കടലിൽ വീണ് മരിച്ചെന്നാണ് പീലാത്തോസിനെ കുറിച്ച് ചരിത്രം പറയുന്നത്. ഹല്ലേലൂയ. അത്രയൊന്നും ഇല്ലല്ലോ നിങ്ങള്. പീലാത്തോസിന് ഈ ഒരു ന്യായവിധി ഉണ്ടെങ്കിൽ, യേശുക്രിസ്തുവിന്റെ നാമത്തെ നിഷേധിച്ച് യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്ത പീലാത്തോസിന് ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന ഈ കാലഘട്ടത്തിലും യേശുവിന്റെ നാമത്തെ നിഷേധിക്കുന്ന താങ്കളുടെ പര്യവസാനം എന്നൊക്കെ പറയുന്നത് വളരെ പരിതാപകരമായിരിക്കും. രക്തം ചെയ്യും. അപ്പൊ നിങ്ങൾ ഭീഷണിപ്പെടുത്തുന്നത് അങ്ങനൊന്നും അല്ല കേട്ടോ. വചനം പറയുന്നതാ. നിങ്ങൾ പീലാത്തോസിനെ കുറിച്ച് പഠിച്ചത് കാണാൻ കഴിയും. ഇവിടെ പറയുന്ന സത്യം എന്ന വാക്ക് ഗ്രീക്ക് ഭാഷയിൽ ഒരാളുടെ ഗുണാതിശയങ്ങളെ കാണിക്കുന്ന വാക്കല്ല, അത് സ്നേഹത്തിന്റെ വാക്കാണ്. ഹല്ലേലൂയ. ചിലര് പറയല്ല അവൻ ഭയങ്കര സത്യവാനാണ്, അവൻ എന്നൊക്കെ പറയല്ലോ. ഹല്ലേലൂയ. നമ്മൾ ഒരാള് സത്യവാനാണ്, അവൻ പറയുന്നത് സത്യനാണെന്നൊക്കെ പറഞ്ഞത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. സത്യനാണെന്ന് പറഞ്ഞത് കൊണ്ടോ, അവൻ സത്യവാനാണെന്ന് പറഞ്ഞത് കൊണ്ടോ അവൻ ആ ജീവിതമാർഗത്തിൽ നിൽക്കണമെന്നില്ല. ആ മനുഷ്യന്റെ ഗുണാതിശയങ്ങളൊന്നും അല്ല അത്. എന്നാൽ യേശു പറയുകയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്ന്. അത് യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്കാ. അവൻ സ്നേഹമുള്ള ദൈവമാ. ഏത് പാപിയെ സ്നേഹിക്കുന്നവനാ, ഏത് പാപിക്ക് രക്ഷ നൽകുന്നവനാ, തന്റെ അരികിലേക്ക് കടന്നു വരുന്നവരെ തള്ളിക്കളയാതെ നിത്യജീവൻ കൊടുക്കുന്നവനാ. ഏത് പാപിയെ രക്ഷിക്കുന്നവനാ. ഹല്ലേലൂയ. യെരൂശലേമിലേക്ക് യാത്ര ചെയ്ത മനുഷ്യൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട് അർത്ഥപ്രാണനായി അവൻ വഴിയിൽ മുറിവേറ്റ് കിടക്കുമ്പോൾ
ലേവിനും പുരോഹിതനും ഒക്കെ കണ്ട് മാറിപ്പോയപ്പോഴും നല്ല ശബരിക്കാരനായിരിക്കുന്ന യേശു, ഹല്ലേലൂയ, ആ വഴി വന്ന് തന്റെ വാഹനം നിർത്തി, ആ വാഹനത്തിറങ്ങി തന്റെ കയ്യിലിരിക്കുന്ന ആ എണ്ണ കൊണ്ട് അവന്റെ മുറിവ് കെട്ടി തന്റെ വാഹനത്തിൽ കയറി ആമി കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി രക്ഷ ചെയ്ത് ആ രാത്രി മുഴുവൻ യേശു അവനോട് പാർത്ത് പിറ്റേന്നാൾ പോകുമ്പോൾ രണ്ട് ഒരു വെള്ളിക്കാശ് എടുത്തിട്ട് പറഞ്ഞു, അധികം വല്ലതും വന്നാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തരാം, മടങ്ങി വരുമ്പോൾ തരാം. അത് നമ്മുടെ ദൈവ സ്നേഹവാന. അവൻ വിശുദ്ധനും സത്യവാനുമായ ദൈവമാണ്. പുരോഹിതനും ലേവിനും ഇവിടെ വിശുദ്ധനും സത്യവാനും അല്ലാതായി മാറിയപ്പോൾ നല്ല ശബരിക്കാരൻ ആമി വിശുദ്ധനും സത്യവാനുമായി വഴിയും സത്യം ജീവനുമായി അർത്ഥപ്രാണനായി കിടന്ന മനുഷ്യനെ രക്ഷിച്ചുവെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രശ്നഗീത ആ ജീവിതത്തിൽ മരണത്തിന്റെ നടുവിലാണോ നീ യാത്ര ചെയ്യുന്നത്? മരണം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, മരണകരമായ അനുഭവമാണെങ്കിൽ, ഇന്ന് പകരം യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്ത് അർത്ഥപ്രാണനായ മനുഷ്യന് ഒരു രക്ഷയുടെ അനുഭവം കൊടുത്തതുപോലെ നിന്റെ ജീവിതത്തിൽ അത് വരും. നിങ്ങളതിനെ കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 30-ാം വാക്യം വായിച്ചാൽ മതി. അല്ലെങ്കിൽ താട്ട് വായിച്ചാൽ അല്ലയ്യ നല്ല ശബരിക്കാരനായിരിക്കുന്ന യേശുവിനെ കാണാൻ കഴിയും. അപ്പം വിശുദ്ധനും സത്യവാനുമായിരിക്കുന്ന യേശു മാത്രം. അതുകൊണ്ട് യേശു സത്യവാൻ എന്ന് പറയുമ്പോൾ തന്റെ സ്നേഹത്തിൽ നിന്ന് വാടുന്ന വാക്കുകളാണ്. അതുപോലെ അത് സ്നേഹത്തിന്റെ വാക്കാണ്. പ്രവർത്തിക്കുന്ന കാര്യങ്ങളെല്ലാം വലിയ വാസ്തവമുണ്ടോ എന്ന് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്റെ ഏരിയ ഭൂമിയിൽ സത്യവാനാണ്, സത്യനാണ് എന്നൊക്കെ പറയുന്ന അനവധി ആളുകളുടെ വാക്കുകൾ നമ്മൾ ചിന്തിച്ചാൽ ആ വാക്കുകൾ പ്രവർത്തിക്കുന്നുണ്ടോ, ആ വാക്ക് പാലിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി നോക്കണം. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തന. ആരാ നിങ്ങളെ വിളിച്ച? യേശു ക്രിസ്തു നിങ്ങളെ വിളിച്ചു. എന്തിനു വിളിച്ചു? അവന്റെ മകനായി മകളായി മാറുവാൻ, ഈ സ്വർഗരാജ്യത്തിന്റെ അവകാശിയാക്കി മാറ്റുവാൻ, സ്വർഗത്തിലെ സകല ആത്മീയാനുഗ്രഹം തന്ന് നിന്നെ നിറയ്ക്കുവാൻ, നിത്യജീവൻ നിന്റെ ഉള്ളിൽ പകർന്ന് ദൈവരാജ്യത്തിൽ നിനക്ക് യേശുവിനോടും അല്ലെങ്കിൽ പിതാപുത്ര പരിശുദ്ധാത്മാവിനോട് കൂടെ ആമി കെരൂബുകളും സറാഫുകളും അല്ലെങ്കിൽ അടങ്ങുന്ന സ്വർഗീയ സംഘത്തിൽ നിനക്ക് എത്തിച്ചേരുവാൻ വേണ്ടി ലോകത്തിൽ ദൈവം നിന്നെ വേർതിരിച്ചു. ദൈവത്തിന്റെ സ്നേഹമാണ്. അപ്പൊ ഫിലദൽഫിയ സഭയ്ക്കും അത് തന്നെയാണ് സംഭവിച്ചത്. ആമീൻ. സാത്താന്റെ സിംഹാസനമുള്ള ഫിലദൽഫിയ സഭയിൽ യഹൂദ മതാചാരങ്ങൾ കടന്നുകൂടി ജനത്തെ സുവിശേഷത്തിന് അട്ടിമറിച്ച് കളയുന്ന വിധത്തിലുള്ള സന്ദേശങ്ങൾ ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ ആമി ഫിലദൽഫിയ സഭയ്ക്ക് ഇത്രമാത്രം ശക്തമായി ദൂത് കൊടുക്കുന്നെങ്കിൽ ഇന്ന് പോലെ എന്നെ കേൾക്കുന്ന പ്രശ്നിക്ക് ഈ വചനമൊക്കെ നിങ്ങളോട് സംസാരിക്കുക, നിങ്ങൾ മടങ്ങി വന്ന് മാനസാന്തരപ്പെടാൻ വേണ്ടി. അപ്പൊ ഇവിടെ സത്യമുള്ളവൻ, നമ്മുടെ കർത്താവ് സത്യമുള്ളവനാ. ഹല്ലേലൂയ. അവൻ പറയുന്ന വാസ്തവമായ കാര്യങ്ങൾ, മഹിമയേറിയ കാര്യങ്ങൾ, സ്വഭാവങ്ങൾ, ഹല്ലേലൂയ, സത്യം എന്ന വാക്കിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാല് യേശുക്രിസ്തു, ഹല്ലേലൂയ, യേശുക്രിസ്തുവിന്റെ വാക്കുകൾക്കകത്ത് സത്യമാണ്, ഹല്ലേലൂയ, ആമേ, മഹിമയുള്ളതാണ്, സ്വഭാവങ്ങൾ, ഹല്ലേലൂയ, എല്ലാത്തിൽ വെളിപ്പെടുക. അപ്പൊ അവന്റെ വാക്കുകളെല്ലാം സത്യമുള്ളതായിരുന്നു. യേശുവിന്റെ വാക്കുകളെല്ലാം സത്യത്തിന്റെ വാക്കുകളായിരുന്നു. ഹല്ലേലൂയ. നമ്മൾ ജീവിതത്തിൽ സത്യം പറയാത്തവരാ. ഹല്ലേലൂയ. അത് പറയുമ്പം നിങ്ങൾ പറയും പാസ്റ്റർ സത്യം പറയത്തില്ല, അതുകൊണ്ടാണ് നിങ്ങൾ പാസ്റ്റർ പറയുന്നത്. അതേപോലെ മനുഷ്യന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നുണകളൊക്കെ സംഭവിക്കാതിരിക്കുവോ? ചിലരോട് അല്ലെങ്കിൽ എവിടെ പോയെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ അവർ പറയുന്നത് അവൻ ചില പോകാത്ത കാര്യങ്ങളും വീട്ടിലാണെന്ന് പറഞ്ഞാൽ ടൗണിലാന്ന് പറയും. അങ്ങനെയൊക്കെ പറയുന്നതല്ലേ. അപ്പൊ അതുകൊണ്ടാണ് സംഖ്യാപുസ്തകം ഹല്ലേലൂയ 23-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 19-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ, ആമീൻ, സ്തോത്രം. എഴുതിയിരിക്കുന്നത് വ്യാജം പറവാൻ ഞാൻ മനുഷ്യനല്ല. യഹോവയായ ദൈവം പറയാണ്, വ്യാജം പറയാൻ ഞാൻ മനുഷ്യനല്ല, അനുദപിക്കാനവൻ മനുഷ്യപുത്രനുമല്ല. താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ, ഞാൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? അപ്പൊ നമ്മുടെ കർത്താവ് ഒരിക്കലും വ്യാജം പറയത്തില്ല. നമ്മുടെ കർത്താവ് ഒരിക്കലും വ്യാജം പറയത്തില്ല. അവൻ കൽപ്പിച്ചത് ചെയ്യും, അവൻ അരുളി ചെയ്ത് പ്രവർത്തിക്കും. എന്നാൽ ഭൂമിയിലുള്ള സകല മനുഷ്യനും വ്യാജം പറയും. ഭൂമിയിലുള്ള സകല മനുഷ്യനും വ്യാജം പറയുന്നവരാ സകല മനുഷ്യരും. ഹല്ലേലൂയ. സത്യത്തിന്റെ വേഷഭൂഷാദികളൊക്കെ അണിഞ്ഞു നടന്നാലും സത്യവാനാണെന്ന് ലോകത്തിന്റെ കയ്യടി കിട്ടിയാൽ ലോകം അല്ലേ പറഞ്ഞു പ്രശംസിച്ചാലും ഹല്ലേലൂയ ദൈവവചനം പറയുക ഈ ലോകത്തിലെല്ലാവരും പാപികളാണെന്ന്.
ഇപ്പൊ ഞാൻ എത്രമാത്രം സത്യവാനായി നടന്നാലും, സത്യത്തിന്റെ വേഷഭൂഷാദികൾ അണിഞ്ഞ് നടന്നാലും, ലോകം എന്നെ സത്യവാനെന്നൊക്കെ പറഞ്ഞാലും, വേദപുസ്തകം പറയുന്നറിയോ, ആരും നീതിമാനില്ല. ആരും നീതിമാനില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നുവെന്ന് റോമാലേഖനം 3:10 വരും വായിച്ച കണക്ക്. അപ്പൊ നമുക്കാർക്കും സത്യവാനായിരിക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് കുറവുകൾ സംഭവിക്കും, ബലഹീനതകൾ സംഭവിക്കും. അല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് പരാജയങ്ങളുണ്ടാകാം, വീഴ്ചകളുണ്ടാകാം, നമുക്ക് താഴ്ചകളുണ്ടാകാം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നാം അത് അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് നാം ദൈവസന്നിധിയിലേക്ക് വന്നിട്ട് കർത്താവിനോട് പറയണം, വിശുദ്ധനും സത്യവാനുമായ ദൈവമേ, എന്നെ രക്ഷിപ്പാൻ അങ്ങേക്ക് മാത്രമേ കഴിയുള്ളൂ. ഞാൻ ഈ കടന്നു പോകുന്ന പ്രതിസന്ധികൾ, ഞാൻ ഈ കടന്നു പോകുന്ന വെല്ലുവിളികൾ, ഞാൻ അനുഭവിക്കുന്ന മാനസിക വേദനകൾ, എന്റെ കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, എന്റെ ശാരീരികമായ പ്രശ്നങ്ങൾ, ബലഹീനതകൾ, രോഗങ്ങൾ, എന്റെ സാമ്പത്തികം, പരാജയങ്ങൾ, എന്റെ കുടുംബത്തിന്റെ ദാരിദ്ര്യം, എന്റെ തലമുറയുടെ വിഷയങ്ങൾക്കകത്തെല്ലാം പ്രവർത്തിക്കുവാൻ വിശ്വത്തിന് സത്യവാനുമായ ദൈവമേ അങ്ങേക്ക് മാത്രമേ കഴിയുള്ളെന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോഴാണ് അത് നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുന്നത്. പ്രൈസലോ. അതുകൊണ്ട് യേശു സ്വയം അവകാശപ്പെടുന്ന വചനമാണ്, അല്ലെ, വിശുദ്ധനും സത്യവാനുമാണ് ഞാൻ ദാവീദിന്റെ താക്കോലുള്ളവനാ. അല്ലേരിയ, ഞാൻ വഴിയും സത്യവും ജീവനുമാ. അതെ, വഴിയും സത്യവും ജീവനുമായിരിക്കുന്ന യേശു ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യും. നീ വിശ്വസിക്കുന്നു? അല്ലേരിയ. കഷ്ടതയുടെ നെടുവീർപ്പിൽ വീണ് കിടന്നുരുളുന്ന, പുറത്തിറങ്ങാൻ കഴിയാതെ കണ്ണുനീരിൽ നടുവിലായിരിക്കുന്ന, സങ്കടപ്പെട്ട് കടക്കിടിയലായിരിക്കുന്ന, വിവിധ ആവശ്യവും ലോഡുകളെടുത്ത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ ജപ്തി നടപടി നേരിടുന്ന നിങ്ങളോട് പറയട്ടെ, നീ കർത്താവിന് വേണ്ടി നിന്റെ ഹൃദയം വിട്ടുകൊടുക്ക. നിന്റെ പ്രതിസന്ധികളെ മറികടക്കുവാൻ നിനക്ക് കഴിയും. കുടുംബം പോറ്റുവാൻ വേണ്ടി, മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകാൻ വേണ്ടി, മക്കളെ നല്ല നിലയിൽ എത്തിക്കുവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി, നാടും വീടും ഒക്കെ വിട്ട് വിദേശ രാജ്യത്ത് കടന്നുപോയി, ജോലിക്ക് കടന്നുപോയി, അവിടെ ചെന്ന് നല്ല നിലയിൽ എത്തുവാൻ കഴിയാതെ മണലാരണ്യത്തിൽ കഷ്ടം സഹിക്കുന്നവരുണ്ട്. നല്ലൊരു ജോലി അന്വേഷിച്ച് നടക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ദൂത്, വിശുദ്ധന് സത്യവാനുമായിരിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ ഇതിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും. ഹല്ലേലൂയ, രക്തം ചെയ്യും. പ്രൈസലോ. അപ്പൊ നമ്മൾ യേശുവിലൂടെ ജീവിതത്തെ അനുഭവിക്കണം. അപ്പൊ ഇവിടെ ദൈവത്തിന് വചനം പറയുന്നത്, ഹല്ലേലൂയ, കർത്താവ് പറയുകയാണ്, വ്യാജം പറവാൻ, ഹല്ലേലൂയ, വ്യാജം പറവാൻ, ഹല്ലേലൂയ, വ്യാജം പറവാൻ ദൈവം മനുഷ്യനല്ല, അനുദപിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല. താൻ കൽപ്പിച്ച് ചെയ്യാതിരിക്കുമോ? താൻ അരുളിച്ചത് നിവർത്തിക്കാതിരിക്കുമോ? യഹോവ ഇസ്രായേൽ ഗോത്രഗൃഹത്തോട് അരുളിച്ചത്, ഹല്ലേലൂയ, വാഗ്ദാനങ്ങൾ ഒന്നും വൃഥമാകാതെ സകലവും നിവൃത്തിയായി. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളോട് പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും നിവർത്തിയാകാതെ പോയില്ല. എല്ലാം നിവർത്തിയായി. മിസ്രൈമിലായിരുന്ന ഇസ്രായേൽ ജനത്തെ, ഹല്ലേലൂയ, വാഗ്ദത്തം കൊടുത്ത് മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന ദൈവം ഇസ്രായേൽ ജനത്തിന് കൊടുത്ത സകല വാഗ്ദത്തങ്ങളും നിറവേറിയെന്ന്, ഹല്ലേലൂയ, നമുക്ക്, അല്ലെങ്കിൽ യോശുവയുടെ പുസ്തകം 21-ാം അധ്യായം 45-ാം വാക്യം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങൾ ഒന്നും വൃഥാവാകാതെ സകലവും നിവൃത്തിയായി. അതേ സ്നേഹിത, ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ എല്ലാം നിവൃത്തിയാകും. ദൈവം നിന്നോടൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഓർത്ത് ഭാരപ്പെടണം, നിറവേറ്റി തരുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. അപ്പൊ യഹോവ ഇസ്രായേലിന് താൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശമെല്ലാം കൊടുത്തു. അവർ അത് കൈവശമാക്കി അവിടെ കുടിപാർത്തു. യഹോവ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെ ഒക്കെയും ചുറ്റും അവർക്ക് സ്വസ്ഥത നൽകി. ശത്രുക്കളിൽ ഒരുത്തനും അവരുടെ മുമ്പിൽ നിന്നിട്ടില്ല. യഹോവ സകല ശത്രുക്കളെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചുവെന്ന് യോശുവയുടെ പുസ്തകം 21-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 40 സ്തോത്രം 43 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും. ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞ സകല വാഗ്ദത്തങ്ങളും നിറവേറ്റി കൊടുത്തവനാ ദൈവം. ഹല്ലേലൂയ.
ആമീൻ. വീണ്ടും ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 1 ശമൂവേലിന്റെ പുസ്തകം 3-ാം വാക്യം വായിക്കുന്നു. എന്നാൽ ശമൂവേൽ വളർന്ന് യഹോവ അവരോട് കൂടെ ഉണ്ടായിരുന്നു, അവന്റെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാകുവാൻ ഇടവരുത്തിയതുമില്ല. ഹല്ലേലൂയ. ശമൂവേലിനെ തന്റെ മാതാവ് ഹന്ന ആലയത്തിൽ കൊടുത്തു. ശമൂവേൽ ആലയത്തിൽ വളർന്നു. ശമൂവേൽ ഒരുപാട് വാഗ്ദാനങ്ങൾ ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങളെല്ലാം നിവർത്തിയായ ശമൂവേലിലൂടെ. അത് നിന്നോടും ദൈവം വാഗ്ദത്തം പറഞ്ഞെങ്കിൽ അതെല്ലാം നിവർത്തിയും കേട്ടോ. നീ കേട്ട വാഗ്ദത്തങ്ങൾ നീ മറന്നുപോയാലും കർത്താവ് മറക്കത്തില്ല, രക്തം ചെയ്യും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവ്, എന്നെ കേൾക്കുന്ന ശ്രോതാവി, കഴിഞ്ഞ കാലങ്ങളിൽ ഏതെങ്കിലും സാഹചര്യത്തെ എവിടെങ്കിലും വെച്ച് മീറ്റിങ്ങുകളിലോ സഭയിലോ നിന്റെ കുടുംബത്തിലോ ആമീൻ ദൈവത്തിന്റെ ഭൃത്യന്മാർ, ദൈവദാസന്മാർ കടന്നു വന്ന് നിന്നോടൊരു ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്നോടൊരു വാഗ്ദാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നാളുകൾ കഴിഞ്ഞപ്പോൾ നീ അത് മറന്നു പോയാലും ഹല്ലേലൂയ, ദൈവം അത് മറക്കാതെ അവന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ട് ആ വാഗ്ദാനം നിന്നെ നിറവേറാൻ പോകുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ വചനം വായിച്ചത്. എന്നാൽ ശമൂവേൽ വളർന്ന് യഹോവ അവരോട് കൂടെ ഉണ്ടായിരുന്നു, അവന്റെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാകുവാൻ ഇടവന്നില്ല. അത് ദൈവത്തിന്റെ വചനമൊന്നും ഒരിക്കലും നിഷ്ഫലമായി പോകത്തില്ല. നീ അതിനെല്ലാം മറുപടി ഉണ്ടെന്നാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ഈ പ്രഭാതത്തിൽ നിങ്ങൾ വചനം കേൾക്കുമ്പോൾ ഹല്ലേലൂയ, ഈ വചനം നിന്റെ ഭവനത്തിനകത്ത് ഐശ്വര്യമായിട്ട് വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. പ്രഭാതത്തിൽ നീ ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ കാതു കൊടുക്കുന്നെങ്കിൽ ഈ വചനം നിന്റെ കുടുംബത്തിനകത്ത് വെളിച്ചമായി മാറും. അത് നിന്നിൽ വെളിച്ചമായി മാറും. നിന്റെ ജീവിതത്തിലെ ഇരുളുകളെല്ലാം മാറി നീ വെളിച്ചമായി മറ്റുള്ളവർക്ക് ആ വെളിച്ചം പകർന്നു കൊടുക്കുന്നവളായി ദൈവം നിന്നെ ആ അനുഭവത്തിലേക്ക് കൊണ്ടുവരും, രക്തം ചെയ്യും. അപ്പൊ ഞാൻ ഈ ദൈവവചനമൊക്കെ പ്രഭാതത്തിൽ ആമീൻ എഴുന്നേറ്റ് നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രശ്നം ഞാൻ വളരെ സന്തോഷമാണ്. കാരണം രാവിലെ ദൈവവചനം കേൾക്കുക, അത് സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ ആത്മാവിന് ജീവനാ. അല്ലെങ്കിൽ ജീവന്റെ അപ്പമായ ക്രിസ്തുവിനെ അനുദിനം അനുഭവിക്കുമ്പോൾ, ജീവന്റെ അപ്പമായിരിക്കുന്ന കർത്താവിനെ അനുദിനം നമ്മൾ ഭക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അനുദിന ജീവിതത്തിൽ ഉത്സാഹമുണ്ടാകും, അല്ലെങ്കിൽ പുത്തൻ കൃപകൾ പ്രാപിക്കാൻ കഴിയും. അതുകൊണ്ട് പ്രഭാതത്തിൽ നിന്റെ ഭവനത്തിനകത്ത് ദൈവവചനത്തിലെ ശബ്ദം മുഴങ്ങട്ടെ. വിശുദ്ധനും സത്യവാനുമായ ദൈവത്തെ നിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോവാ. വിശുദ്ധനും സത്യവാന ദൈവത്തെ നിന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുപോവാ. വിശുദ്ധനും സത്യവാനുമായ ദൈവത്തെ കുറിച്ച് നിന്റെ മക്കളോട് പറഞ്ഞു കൊടുക്ക്. നിന്റെ കുടുംബത്തിന്റെ കൂരിരുൾ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ അവൻ തന്റെ ദാസനായ മോശെ മുഖാന്തരം അരുളി ചെയ്ത അവന്റെ നല്ല വാഗ്ദാനങ്ങളെല്ലാറ്റിലും വെച്ച് അന്നെങ്കിലും നിഷ്ഫലമായി പോയിട്ടില്ല എന്ന് ദൈവവചനം പറയുക. 1 രാജാക്കന്മാരുടെ പുസ്തകം ഹല്ലേലൂയ 8-ാം അധ്യായം 56-ാമത്തെ വാക്യം കൂടെ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കും, താൻ വാഗ്ദാനം ചെയ്ത പോലൊക്കെയും തന്റെ ജനമായ ഇസ്രായേലിന് സ്വസ്ഥത നൽകിയിരിക്കുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അവൻ തന്റെ ദാസനായ മോശെ മുഖാന്തരം അരുളി ചെയ്ത അവന്റെ നല്ല വാഗ്ദാനങ്ങൾ എല്ലാറ്റിലും വെച്ച് ഒന്നെങ്കിലും നിഷ്ഫലമായി പോയിട്ടില്ല എന്ന് ശലോമോന്റെ പ്രാർത്ഥനയാണ്. ശലോമോന്റെ ഒരു പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 54-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണും, ശലോമോൻ യഹോവയോട് ഈ പ്രാർത്ഥനയും യാചനയും എല്ലാം കഴിച്ചു തീർന്ന ശേഷം അവൻ യഹോവയുടെ യാഗപീഠത്തിന് മുമ്പിൽ മുഴങ്കാൽ കുത്തിയിരുന്നതും കൈ ആകാശത്തേക്ക് മലർത്തിയിരുന്നതും വിട്ട് എഴുന്നേറ്റ് അവൻ നിന്നുകൊണ്ട് ഇസ്രായേൽ സഭയൊക്കെ ഉച്ചത്തിൽ ആശീർവദിച്ച് പറഞ്ഞത് എന്തെന്നാൽ, താൻ വാഗ്ദാനം ചെയ്തതുപോലെയൊക്കെയും തന്റെ ജനമായ ഇസ്രായേലിന് സ്വസ്ഥത നൽകിയിരിക്കുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അവൻ തന്റെ ദാസനായ മോശയോട് അരുളി ചെയ്ത അവന്റെ നല്ല വാഗ്ദാനങ്ങൾ എല്ലാറ്റിലും വെച്ചൊന്നും നിവർത്തിയാകാതിരുന്നിട്ടില്ല എന്ന് ശലോമോൻ അവൻ തന്റെ മുമ്പിൽ നിൽക്കുന്ന ജനത്തോട് പറയുക. അതേ മാതാവേ, പിതാവേ, ഹല്ലേലൂയ, നിനക്കൊരു ഉയർച്ച വേണോ? നിനക്കൊരു നല്ല ഭാവി വേണോ? നിനക്ക് നല്ലൊരു നന്മ വേണോ?
ഒരു നല്ല അനുഗ്രഹത്തെ നിനക്ക് വേണോ? നിന്റെ ജീവിതത്തിന്റെ തകർച്ചകളെ അറിയുന്നവൻ യേശുവാ. നിന്റെ സങ്കടങ്ങൾ മുഴുവൻ കാണുന്നവൻ യേശുവാ. അപ്പൊ നിനക്ക് വേണ്ടി ഇന്ന് പകൽ അത്ഭുതം ചെയ്യും, രക്തം ചെയ്യും. ആമേ, നാളുകളായി നീ പ്രാർത്ഥിച്ചൊരു ഭവനമില്ലാതെ, ആമേ, ഒരു തുണ്ട് ഭൂമിയില്ലാതെ, വിവാഹം നടക്കാതെ, തലമുറയില്ലാതെ, കടങ്ങൾ തീരാതെ, വ്യാധികൾ മാറാതെ, വിവിധ പ്രതിസന്ധികളുടെ മരവിൽ നീ കടന്നുപോയ സന്ദർഭങ്ങളില്ലേ? അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവിനോട് ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവന്റെ വാഗ്ദത്തം നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതൊന്നും നിഷ്ഫലമാകാതെ എല്ലാം നിവർത്തിക്കുവാൻ ശക്തനാണ് ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് ഫിലിപ്പിലേഖനം 4:13 എഴുതും പറയുന്നുണ്ട്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിനും മതിയാകുന്നു. അതേ പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നുപോയാലും, പ്രതികൂലങ്ങളിലൂടെ നീ കടന്നുപോയാലും, അതിനെല്ലാം അതിജീവിക്കുവാൻ ദൈവത്തിന്റെ വചനത്തിലൂടെ നിനക്ക് കഴിയും, രക്തം ചെയ്യും. ഇവിടെ ദൈവത്തിന്റെ വചനം. അപ്പൊ പല വർഷങ്ങൾക്ക് അല്ലരിയ ആമി സ്തോത്രം, അല്ലരിയ സ്തോത്രം, വർഷങ്ങൾക്ക് മുമ്പ്, അനേക വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ അനവധി രാജാക്കന്മാരും അല്ലെങ്കിൽ രാജ്ഞിമാരും ചക്രവർത്തിമാരും ഒക്കെ ഭരിച്ചിട്ടുള്ളത്. ഒരുപാട് പേര് ഭരിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ജനപ്രതിനിധികളെയൊക്കെ തെരഞ്ഞെടുക്കൂല. നമ്മുടെ പഞ്ചായത്തിന്, വില്ലേജ് നമ്മുടെ പഞ്ചായത്തിന്, നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക്, കോർപ്പറേഷന്, ബ്ലോക്കിന്, ജില്ലാ തലത്തിൽ, സംസ്ഥാന തലത്തിലൊക്കെ ജനപ്രതിനിധികളെ നമ്മൾ തെരഞ്ഞെടുക്കാറുണ്ട്. അവര് തെരഞ്ഞെടുപ്പിന് വരുമ്പോൾ വളരെ വിശുദ്ധനും സത്യവാനുമായ അവർ വരുന്നേ. പക്ഷെ അവർ തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിയുമ്പം അവർ പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം മറന്ന് പിന്നെ ആ വഴിക്ക് പോലും ഒരു വരത്തില്ല. പണ്ട് പഴമക്കാർ പറയാറുണ്ട്, ആട് കിടന്നിടത്ത് രോമം പോലും ഇല്ലെന്ന് പറഞ്ഞില്ലേ? അവരെ പിന്നെ കാണാൻ പോലും കിട്ടത്തില്ല. അവരൊന്നിൽ മന്ത്രി കാറുകളിലോ MLA കാറുകളിലോ MP കാറുകളിലോ കയറി MLA ക്വാർട്ടേഴ്സിലോ MP ക്വാർട്ടേഴ്സിലോ ഒക്കെ ജീവിച്ച് സുഖലോലുപമായ ഭക്ഷണം കഴിച്ച് അവരും അവരുടെ കുടുംബവും നന്നായിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ജനത്തോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെല്ലാം മറന്നുപോകും. വോട്ട് പിടിക്കാൻ വന്നപ്പോൾ വിശുദ്ധനും സത്യവാനുമായിട്ട് വന്ന് പലതും പറഞ്ഞു. ഹല്ലേലൂയ. പക്ഷെ അവര് പിന്നെ കാണുമ്പോൾ അങ്ങനെ ഞങ്ങൾ പലതും പറയുന്നേ, ഞങ്ങൾ പലതും പറയും. ഞങ്ങളുടെ പ്രസംഗത്തിന് പൊടിപ്പ് കൂട്ടാൻ വേണ്ടി, ഞങ്ങളുടെ പ്രസംഗത്തിന് കൈയടിക്ക് കിട്ടാൻ വേണ്ടി, ഞങ്ങൾക്ക് ജയിച്ച് അധികാരത്തിൽ വന്ന് ഞങ്ങളുടെ കുടുംബത്തെ നന്നാക്കാൻ, ഞങ്ങളുടെ തലമുറയെ നന്നാക്കാൻ, ഞങ്ങളുടെ ബന്ധുക്കളെ നന്നാക്കിയെടുക്കാൻ, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ നന്നാക്കിയെടുക്കാൻ വേണ്ടി ഞങ്ങൾ നിങ്ങളുടെ ഇരിക്കും വന്ന് പലതും പറയുമെന്ന്. ഹല്ലേലൂയ. സ്വതം. അതല്ലേ ഞാൻ ഈ രാഷ്ട്രീയത്തിലേക്ക് പ്രവർത്തിച്ചുകൊണ്ട് എനിക്ക് നല്ല പരിചയമാണ്. അങ്ങനെ പലരും പലതും പറയും പ്രിയരെ. പക്ഷെ യേശു പലതും പറയുന്നവനല്ല. യേശു പലതും പറഞ്ഞ് നിന്നെ പറ്റിക്കുന്നവനല്ല. അവൻ വിശുദ്ധനും സത്യവാനുമായ ദാവീദിന്റെ താക്കോലുള്ളവനെന്ന് യോഹന്നാൻ പറയുന്നത്. നിന്റെ ജീവിതത്തിൽ യേശുവെന്നും വിശുദ്ധനും സത്യവാനുമാണ്. പലതും പറഞ്ഞ് പറ്റിച്ചിട്ട് പോകുന്നവനല്ല. അത് തന്നെ നിങ്ങൾ തെരഞ്ഞെടുത്ത് അല്ല യേശുവിനെ ദൈവമാക്കിയത്. നിങ്ങളുടെ തെരഞ്ഞെടുപ്പിലല്ല യേശു ദൈവമായത്. നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ, നിങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പേ, ലോക സ്ഥാപനത്തിനു മുമ്പേ അവൻ ദൈവം തന്നെയാണ്. അപ്പൊ ലോക സ്ഥാപനത്തിനു മുമ്പേ യേശു ദൈവം തന്നെയാണ്. ആ ദൈവമാണ് നിങ്ങളോട് പറയുന്നത്, വിശുദ്ധനും സത്യവാനുമാണ് ഞാൻ. ഹല്ലേലൂയ. നിന്റെ സകല പ്രശ്നങ്ങളും പരിഹരിച്ചു തരും. പ്രൈസറോ. അപ്പൊ നിങ്ങളുടെ സകല പ്രശ്നങ്ങൾ യേശു പരിഹരിച്ചു തരുന്നേ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറഞ്ഞു, ഇവിടെ ലോകത്തിൽ ആയിരക്കണക്കിന് മതസ്ഥാപകന്മാരുണ്ട്. അല്ലെങ്കിൽ ആയിരക്കണക്കിന്. ഞാൻ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ചു, അനേക വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ഭരിച്ചിരുന്ന അശോക ചക്രവർത്തി അല്ലേടിയ കാഞ്ചിയിലുള്ള വലിയ സ്തംഭത്തിൽ സത്യമേ സത്യമേ ജയതേ എന്ന് എഴുതി വെച്ചു. ഇതിന്റെ ആഴമേറിയ അർത്ഥം എന്താണ്? ലോകത്തിൽ എത്രയോ ആയിരം മതസ്ഥാപകന്മാർ ആയിരക്കണക്കിന് മതസ്ഥാപകന്മാർ ഉണ്ടായിരുന്നാലും, വലിയ തത്വജ്ഞാനികൾ ഉണ്ടായിരുന്നാലും, സത്യമായവൻ ജയം പ്രാപിച്ചവനായി വിളങ്ങും. അത് സത്യഭേദം ചെയ്യും. മറ്റുള്ളതെല്ലാം ഒഴിഞ്ഞു പോകുമെന്ന് അശോക ചക്രവർത്തിയുടെ ഭരണകാലത്ത് സ്തംഭത്തിൽ എഴുതി വെച്ചതെന്ന് ഞാനൊരു പുസ്തകത്തിൽ, ഒരു ഭക്തനായ ദൈവദാസൻ എഴുതിയ പുസ്തകത്തിൽ വായിച്ചു. അപ്പൊ ഞാനത് ചിന്തിച്ചു, ശരിയാ, അത് യേശു മാത്രമാ സത്യം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, യേശു മാത്രമാ സത്യം. വഞ്ചിക്കപ്പെടരുത്. നീ വഞ്ചിക്കപ്പെടരുത്. നിന്റെ ജീവിതത്തിൽ നീ വഞ്ചിക്കപ്പെട്ടു പോകരുത്. രക്തം ചെയ്യും. നിന്നെ ഉയർത്തിയെടുക്കുവാൻ, നിന്നെ ഉയർത്തിയെടുക്കുവാൻ, നിന്നെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ, നിനക്ക് നന്മ തരുവാൻ, നിനക്ക് അനുഗ്രഹത്തെ തരുവാൻ
ആമേൻ, നിന്നെ നല്ലൊരു സമൂഹത്തിൽ മാനിക്കുവാൻ, നിന്റെ തല ഉയർത്തുവാൻ യേശു ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. വിശുദ്ധന് സത്യവാനുമായിരിക്കുന്ന യേശുവിന്റെ അരികിലേക്ക് വന്ന് അപ്പാങ്ങയുടെ സന്നിധിയിലേക്ക് എന്നെ താഴ്ത്തുന്നു. ഞാനൊരു പാപിയായ മനുഷ്യനാ. എന്റെ ജീവിതത്തിൽ ഒരുപാട് പാപ സ്വഭാവങ്ങളുണ്ട്. ലോകത്തിലാർക്ക് ക്ഷമിക്കാൻ കഴിയാതെ, അധികാരികൾക്ക് ക്ഷമിക്കാൻ കഴിയാതെ, മതങ്ങൾക്കോ മത നേതാക്കന്മാർക്കോ ക്ഷമിക്കാൻ കഴിയാതെ അനവധി തെറ്റുകുറ്റങ്ങൾക്കുടമയാ ഞാൻ. എന്നാൽ എന്റെ പാപത്തിന് പരിഹാരം നൽകി എന്നെ ശുദ്ധീകരിച്ച് എന്നെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന് ആ ദൈവിക അനുഗ്രഹങ്ങൾ തരുവാൻ വിശുദ്ധന് സത്യവാനുമായ യേശുവെ അങ്ങേക്ക് മാത്രമേ കഴിയുള്ളൂ. ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് തന്നെയാണ് വഴിയും സത്യം ജീവനും. അങ്ങ് മുഖാന്തരം മാത്രമേ എനിക്ക് സ്വർഗത്തിലെത്താൻ കഴിയുള്ളൂ. ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്നു പറയുമ്പോൾ നിന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യും. അല്ലേരിയ. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ശാപത്തിന്റെ കെട്ടുകളെല്ലാം അഴിയാൻ തുടങ്ങും. അല്ലേരിയ. ദൈവം നിന്നെ വിടിവിക്കും. അതെ, ഇവിടെ ദൈവത്തിന് വചനം പറയുകയാണ്. അല്ലേരിയ. അവന് ഊവ എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ആമീൻ ദൈവത്തിന് മഹത്വമുണ്ടാകുമാർ അവനിൽ ആമീൻ എന്നുവെന്ന് 2 കൊരിന്ത്യർ ലേഖനം 1:19-20 വാക്യം വായിച്ചാൽ അവിടെ എഴുതിയിട്ടുണ്ട്. ഭാഗം വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അല്ലേരിയ. ഒരു സത്യം എന്ന വാക്കിന് സാക്ഷാൽ എന്ന അർത്ഥമുണ്ട്. അല്ലേരിയ. കർത്താവ് അവനെ പല സ്ഥലങ്ങളിൽ സാക്ഷാൽ എന്ന് വെളിപ്പെടുത്തി. അവൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണെന്ന് പറഞ്ഞു. സത്യം എന്ന വാക്കിന് സാക്ഷാൽ എന്നർത്ഥമുണ്ട്. അപ്പൊ യേശു തന്റെ ശുശ്രൂഷയിലെല്ലാം താൻ സാക്ഷാൽ ദൈവമാണ് അല്ലേരിയ എന്ന് വെളിപ്പെടുത്തി. അതാണ് യോഹന്നാന്റെ സുവിശേഷം 15:1 ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, അവൻ സാക്ഷാൽ ജീവന്റെ അപ്പമാകുന്നു എന്ന് യോഹന്നാൻ 6:35 പറയുന്നു. അവനെ കുറിച്ച് അല്ലേരിയ സാക്ഷി കൊടുത്ത ശതാധിപൻ അവൻ ദൈവപുത്രനായിരുന്നു സത്യമെന്ന് പറഞ്ഞു. 27:54 കാണാൻ കഴിയും. അത് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, സാക്ഷാൽ ദൈവമായിരിക്കുന്നവൻ സാക്ഷാൽ ദൈവമായിരിക്കുന്ന യേശുവാ. ഇന്ന് പകരം യേശുവിന് നിന്നെ വെപ്പിച്ചു കൊടുക്കാമോ? നിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം നിന്നെ ആശ്വസിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. കണ്ണുകളുടെ ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗ പിതാവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കേരളത്തിനും ഭാരതത്തിലും ലോക രാജ്യം 800 കോടി ജനത്തിനായി വില്ലേജ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ താലൂക്ക് ജില്ലാ ഭരണതലങ്ങളിലായിരിക്കുന്ന ബ്ലോക്ക് കർത്താവേ, സംസ്ഥാനങ്ങൾ രാജ്യങ്ങൾ രാഷ്ട്രങ്ങളെ ഭരിക്കുന്ന രാജകുമാർ പ്രധാനമന്ത്രി പ്രസിഡന്റ് ഗവർണർ പട്ടാള മേധാവികൾ ഗോത്രങ്ങൾ ദ്വീപുകളെ ആദിവാസികൾ ട്രൈബൽ മേഖല സകല ജനത്തെയും ശൈശവത്തിലും ബാല്യത്തിലും കൗമാരി യൗവനത്തിലും അറവറയിലായിരിക്കുന്ന വിദേശ രാജ്യങ്ങൾ കഷ്ടം സഹിക്കുന്ന വേദന നൊമ്പരപ്പെടുന്ന പീഡയിലൂടെ കടന്നു പോകുന്ന നാട്ടിലെ കടന്നു ഭാരപ്പെടുന്ന ജോലി നഷ്ടപ്പെട്ട ജോലിക്ക് ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ തലമുറയിലാവുന്ന ഭാരവിവാഹം എത്തി നിൽക്കുന്നവർ, മദ്യത്തിനും മയക്കുവിനും പഞ്ചലഹരിക്കും അടിപ്പെട്ട് വ്യാധിയാൽ ഭാരപ്പെടുന്നവർ, അല്ലേലിയ ആമി കടക്കണിയാൽ ഭാരം ബിസിനസ് തകർന്നവർ, കൃഷി നഷ്ടപ്പെട്ടവർ, അല്ലേലിയ ജീവിതത്തിൽ വിവിധമായ നിരാശകൾ, ജന്മനാ വൈകല്യമുള്ളവർ, മാരകമായ രോഗത്തിന് അടിമകളായിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവിയുടെ കരസേന, വ്യോമസേന, നാവികസേന അതിർത്തികൾ കാക്കുന്നവർ, സകലമിലും പൊതുമേഖല, ആരോഗ്യ, സാമ്പത്തിക മേഖല, നിയമനിർമ്മാണ രംഗത്തും ക്രമസമാധാന രംഗത്തും രഹസ്യാംശ വിഭാഗങ്ങളിൽ സകലമിലും പൊതുമേഖല, ആരോഗ്യ, സാമ്പത്തിക ബാങ്ക് മേഖലയായിരിക്കുന്ന ക്ഷീരമേഖലയിൽ കാർഷിക മേഖലയിൽ ചെറുതും വലുതുമായ എല്ലാ വ്യാപാരി വ്യവസായിയും എല്ലാ വഴിയോടെ കച്ചവടക്കാരെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കടലൂർ വസ്തു മത്സ്യബന്ധനായി കടന്നുപോയിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവി കരികളിലും കമ്പിലും ഭക്തി ജോലി ചെയ്യുന്നവർ, ചെറുതും വലുതുമായ എല്ലാ കർത്താവിയും കർത്താവ് വാഹനം ഓടിക്കുന്നവരെയും എല്ലാ കർത്താവ് കർഷൻ വെക്കാനോ ഓട്ടോരംഗം യൂണിയൻ രംഗത്തായിരിക്കുന്നവർ, ഹല്ലേലൂയ കർത്താവ് എല്ലാ വ്യാപാരി വ്യവസായികളെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മത സാമൂഹ്യ സംസ്കാര ചരിത്ര മാധ്യമ മീഡിയ സയന്റിസ്റ്റ് എഞ്ചിനീയർമാർ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ കരങ്ങൾ എല്ലാ ഭാഗോദ്യസ്ഥന്മാരെയും കർത്താവി ജനവെല്ലാം മടങ്ങി വന്ന് വിശുദ്ധന് സത്യമാനുമായിരിക്കും ദേശത്തിലൂടെ ആത്മരക്ഷ പ്രാപിച്ച് കർത്താവിന്റെ വരവിനായി ജീവിതം പണിതെടുപ്പാൻ ജനത്തെ ഒരുക്കണമേ. പാപങ്ങൾ മാറിപ്പോകട്ടെ, ശാപങ്ങൾ മാറിപ്പോകട്ടെ, രോഗങ്ങൾ മാറിപ്പോകട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ. വിചാരം മാത്രമാണ് കൂടുതൽ ശ്രുതിയുടെ ശക്തിയിൽ അകപ്പെട്ട് കിടക്കുന്നവർ ഇന്ന് മോചിക്കപ്പെടുവാൻ യേശുവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. സകല ശാപങ്ങൾ, സകല കുടുംബങ്ങൾ, സകല ദേശങ്ങൾ, സകല വ്യക്തികൾ മാറി വിശുദ്ധ സത്യമാനമായിരിക്കും യേശുവിന്റെ വചനം ഓരോരുത്തരുടെ ഹൃദയങ്ങളിൽ അത് വെളിപ്പെടാനായി പ്രാർത്ഥിക്കുന്നു. സകല മുഖത്ത് വിടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.